ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വായനാ ദിന പ്രസംഗമാണ്. നമുക്കറിയാം ജൂൺ 19 വായനാ ദിനമാണ്. അപ്പോൾ വായനാ ദിനത്തിൽ നിങ്ങൾക്ക് പഠിച്ച് അവതരിപ്പിക്കാൻ പറ്റിയ ചെറിയൊരു പ്രസംഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പ്രസംഗം നോക്കാം. മാന്യ സദസ്സിനു വന്ദനം. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി, ഹെഡ് മാസ്റ്റർ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് കേരള ജനതയെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ അതുല്യ പ്രതിഭ PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. PN പണിക്കരോടുള്ള ആദര സൂചകമായി 1996 മുതൽ കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു വരുന്നു. 2017 ജൂൺ 19 ദേശീയ വായനാ ദിനമായി അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നത്. ഇന്ന് വായന എന്ന ശീലം പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. ടിവിയുടെയും മൊബൈൽ ഫോണിൻ്റെയും അമിതമായ ഉപയോഗം വായനയെ നമ്മളിൽ നിന്ന് പാടെ അകറ്റിയിരിക്കുന്നു. എന്നാൽ വായനയുടെ പ്രാധാന്യം നാം തിരിച്ചറിയണം. വായന പാമരനെ പണ്ഡിതനാക്കും, പണ്ഡിതനെ എളിയവനാക്കും. അറിയാനും പഠിക്കാനുമുള്ള ആഗ്രഹമാണ് വായനയിലൂടെ ഉണ്ടാകുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകളാണ് നാം ഈ നിമിഷം ഓർക്കേണ്ടത്. വായനയിലൂടെ മാത്രമേ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ദിനം അതിനുള്ള തുടക്കമാവട്ടെ. വായന എന്ന ശീലം നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും വായനാ ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പ്രസംഗം വളരെ നല്ലൊരു പ്രസംഗമാണ്. നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പഠിച്ച് അവതരിപ്പിക്കാൻ പറ്റിയൊരു പ്രസംഗമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.